10:25 ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ബാബ വന്നിരിക്കുകയാണ് കുട്ടികളായ നിങ്ങളെ നീന്തൽ പഠിപ്പിക്കുവാൻ. അതിലൂടെ നിങ്ങൾ ഈ ലോകത്ത് നിന്നും മറുതീരത്ത് എത്തുന്നു. നിങ്ങൾക്ക് വേണ്ടി ലോകം തന്നെ മാറുന്നു. ചോദ്യം: ആരാണോ ബാബയുടെ സഹായിയാകുന്നത്, അവർക്ക് സഹായത്തിനുള്ള റിട്ടേണായി എന്താണ് പ്രാപ്തമാകുന്നത്? ഉത്തരം: ഏത് കുട്ടികളാണോ ഇപ്പോൾ ബാബയുടെ സഹായിയാകുന്നത്, അവരെ ബാബ ഇങ്ങനെയാക്കി മാറ്റുന്നു. അതായത്, പകുതി കൽപ്പത്തേക്ക് ആരുടെയും സഹായമെടുക്കുകയോ നിർദ്ദേശം സ്വീകരിക്കുകയോ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരിക്കുന്നില്ല. എത്ര വലിയ പിതാവാണ്! പറയുന്നു, കുട്ടികളെ, നിങ്ങൾ എൻ്റെ സഹായി ആകുന്നില്ല എങ്കിൽ ഞാൻ സ്വർഗത്തിൻ്റെ സ്ഥാപന എങ്ങനെ ചെയ്യും? ഓം ശാന്തി. മധുരമധുരമായ നമ്പർ വാർ അതിമധുരമായ ആത്മീയ കുട്ടികൾക്ക് ആത്മീയ അച്ഛൻ മനസ്സിലാക്കിച്ചു തരുന്നു. കാരണം വളരെയധികം കുട്ടികൾ അവിവേകികൾ ആയിപ്പോയി. രാവണൻ വളരെയധികം അവിവേകി ആക്കി മാറ്റി. ഇപ്പോൾ നമ്മളെ എത്ര വിവേകശാലിയാക്കുന്നു. ആരെങ്കിലും ICSന്റെ പരീക്ഷ പാസ്സാകുന്നു എങ്കിൽ വളരെ വലിയ പരീക്ഷ പാസ്സായി എന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, എത്ര വലിയ പരീക്ഷയാണ് പാസ്സാകുന്നത്. അല്പം ചിന്തിക്കൂ. ശരിയായത് പഠിപ്പിക്കുന്നത് ആരാണ്? പഠിപ്പിക്കുന്ന ആൾ ആരാണ്? ഈ നിശ്ചയമുണ്ട്, നമ്മൾ കൽപ്പകൽപ്പങ്ങളിൽ ഓരോ 5000 വർഷത്തിനു ശേഷവും അച്ഛനും ടീച്ചറും സദ്ഗുരുവുമായി വീണ്ടും കണ്ടുമുട്ടിക്കൊണ്ടിരിക്കുന്നു. കുട്ടികളായ നിങ്ങൾ മാത്രമാണ് അറിയുന്നത്, നമ്മൾ എത്ര ഉയർന്നതിലും ഉയർന്ന ബാബയിലൂടെ ഉയർന്ന സമ്പത്ത് നേടുന്നു. ടീച്ചറും പഠിപ്പിച്ച് സമ്പത്ത് നൽകുന്നല്ലോ. നിങ്ങളെയും പഠിപ്പിച്ച് നിങ്ങൾക്ക് വേണ്ടി ലോകത്തെ തന്നെ മാറ്റുന്നു. പുതിയ ലോകത്തിൽ രാജ്യം ഭരിക്കുന്നതിനായി ഭക്തിമാർഗത്തിൽ എത്ര മഹിമ പാടുന്നു. നിങ്ങൾ ആ ഒന്നിലൂടെ തൻ്റെ സമ്പത്ത് നേടിക്കൊണ്ടിരിക്കുന്നു. ഇതും കുട്ടികളായ നിങ്ങൾ അറിയുന്നു, പഴയ ലോകം മാറിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ പറയുന്നു, നമ്മളെല്ലാം ശിവ് ബാബയുടെ കുട്ടികളാണ്. ബാബയ്ക്കും വരേണ്ടി വരുന്നു പഴയ ലോകത്തെ പുതിയതാക്കാൻ. ത്രിമൂർത്തിയുടെ ചിത്രത്തിലും കാണിക്കുന്നു ബ്രഹ്മാവിലൂടെ പുതിയ ലോകത്തിൻ്റെ സ്ഥാപന. അപ്പോൾ തീർച്ചയായും ബ്രഹ്മ മുഖവംശാവലി ബ്രാഹ്മണരും ബ്രാഹ്മണികളും ആവശ്യമാണ്. ബ്രഹ്മാവ് പുതിയ ലോകം സ്ഥാപിക്കുന്നില്ല, രചയിതാവ് ബാബ തന്നെയാണ്. പറയുന്നു, ഞാൻ വന്ന് യുക്തിയോടെ പഴയ ലോകത്തിൻ്റെ വിനാശം ചെയ്യിച്ച് പുതിയ ലോകം ഉണ്ടാക്കുന്നു. പുതിയ ലോകത്തിൽ വസിക്കുന്നവർ വളരെ കുറച്ചായിരിക്കും. ജനസംഖ്യ കുറയുന്നതിനായി ഗവൺമെൻറ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കുറയുകയൊന്നുമില്ല. യുദ്ധത്തിൽ കോടിക്കണക്കിന് മനുഷ്യർ മരിക്കുന്നു. എന്നിട്ടും മനുഷ്യരുടെ കുറവ് ഉണ്ടാകുന്നില്ല. ജനസംഖ്യ വീണ്ടും വർദ്ധിച്ചു വരുന്നു. ഇതും നിങ്ങൾ അറിയുന്നുണ്ട്. നിങ്ങളുടെ ബുദ്ധിയിൽ വിശ്വത്തിൻ്റെ ആദി മധ്യ അന്ത്യത്തിൻ്റെ ജ്ഞാനമുണ്ട്. നിങ്ങൾ സ്വയം സ്റ്റുഡൻ്റായി മനസ്സിലാക്കുന്നു. നീന്തലും പഠിക്കുന്നു. എൻ്റെ തോണി അക്കരെ എത്തിക്കൂ എന്ന് പറയുന്നുവല്ലോ. നീന്തൽ പഠിക്കുന്നവർ വളരെ പ്രശസ്തരാകുന്നു. ഇപ്പോൾ നിങ്ങളുടെ നീന്തൽ നോക്കൂ എങ്ങനെയുള്ളതാണ്. പെട്ടെന്ന് മുകളിലേക്ക് പോകുന്നു, പിന്നെ ഇവിടെ വരുന്നു. അവരാണെങ്കിൽ ഇത്രയും മൈൽ മുകളിലേക്ക് പോയി എന്ന് കാണിച്ചു കൊടുക്കുന്നു. ആത്മാക്കളായ നിങ്ങൾ എത്ര മൈൽ മുകളിലേക്കാണ് പോകുന്നത്? അത് സ്ഥൂല വസ്തുവാണ്, അതിൻ്റെ കണക്കെടുക്കുന്നു. നിങ്ങളുടേത് കണക്കില്ലാത്തതാണ്. നിങ്ങൾക്കറിയാം, നമ്മൾ ആത്മാക്കൾ നമ്മുടെ വീട്ടിലേക്ക് പോകും. അവിടെ സൂര്യ ചന്ദ്രൻ ഒന്നും ഉണ്ടായിരിക്കുന്നില്ല. നിങ്ങൾക്ക് സന്തോഷമുണ്ട്, അത് നമ്മുടെ വീടാണ്. നമ്മൾ അവിടെ വസിക്കുന്നവരാണ്. മനുഷ്യർ ഭക്തി ചെയ്യുന്നു, പുരുഷാർത്ഥം ചെയ്യുന്നു.
മുക്തിധാമിലേക്ക് പോകുന്നതിനായി. പക്ഷെ ആർക്കും പോകുവാൻ സാധിക്കില്ല. മുക്തിധാമത്തിൽ ഭഗവാനുമായി കൂടിക്കാഴ്ച നടത്താൻ പരിശ്രമിക്കുന്നു. അനേകം പ്രകാരത്തിലുള്ള പ്രയത്നം ചെയ്യുന്നു. ചിലർ പറയുന്നു, നമ്മൾ ജ്യോതിയിൽ ലയിക്കട്ടെ എന്ന്. ചിലർ പറയുന്നു, മുക്തിധാമത്തിലേക്ക് പോകട്ടെ എന്ന്. മുക്തിധാമത്തെക്കുറിച്ച് ആർക്കും അറിയില്ല. കുട്ടികളായ നിങ്ങൾ അറിയുന്നു, ബാബ വന്നിരിക്കുകയാണ്, തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും. മധുരമായ ബാബ വന്നു കഴിഞ്ഞു. നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ യോഗ്യരാക്കുന്നു. അതിനുവേണ്ടി പകുതി കൽപ്പം പുരുഷാർത്ഥം ചെയ്തിട്ടും ആകാൻ സാധിച്ചില്ല. ജ്യോതിയിൽ ലയിക്കാനും സാധിച്ചില്ല. മുക്തിധാമത്തിലേക്ക് പോകുവാനും സാധിച്ചില്ല. മോക്ഷം നേടുവാനും കഴിഞ്ഞില്ല. ഏതെല്ലാം പുരുഷാർത്ഥം ചെയ്തോ അതെല്ലാം വ്യർത്ഥമായി. ഇപ്പോൾ നിങ്ങൾ ബ്രാഹ്മണ കുലഭൂഷണരുടെ പുരുഷാർത്ഥം സത്യമാണ് എന്ന് സിദ്ധമാകുന്നു. കളി ഇങ്ങനെ തയ്യാറായിരിക്കുകയാണ്. നിങ്ങളെ ഇപ്പോൾ ആസ്തികർ എന്ന് പറയുന്നു. ബാബയെ നല്ല രീതിയിൽ നിങ്ങൾ അറിയുന്നു. ബാബയിലൂടെ സൃഷ്ടിചക്രത്തെയും അറിഞ്ഞു. ബാബ പറയുന്നു, മുക്തി, ജീവൻ മുക്തിയുടെ ജ്ഞാനം ആരിലുമില്ല, ദേവതമാരിലും ഇല്ല. ബാബയെ ആരും അറിയുന്നില്ല. അപ്പോൾ ആരെ എങ്ങനെ കൊണ്ടുപോകും? എത്ര അനേകം ഗുരുക്കന്മാരുണ്ട്! എത്ര പേർ അവരുടെ ഫോളോവേഴ്സ് ആകുന്നു! സത്യമായ സദ്ഗുരു ശിവ് ബാബയാണ്. ആ ഒന്നിന് ചരണങ്ങളില്ല. ആ ഒന്ന് പറയുന്നു, എനിക്ക് പാദങ്ങളില്ല, ഞാൻ എങ്ങനെ എൻ്റെ പൂജ ചെയ്യിപ്പിക്കും? കുട്ടികൾ വിശ്വത്തിൻ്റെ അധികാരിയാകുന്നു. അവരെ കൊണ്ട് പൂജ ചെയ്യിക്കുകയില്ല. ഭക്തിമാർഗത്തിൽ കുട്ടികൾ ബാബയുടെ പാദത്തിൽ വീഴുന്നു. വാസ്തവത്തിൽ ബാബയുടെ പ്രോപ്പർട്ടിയുടെ അധികാരികളായ കുട്ടികളാണ്. പക്ഷേ വിനയം കാണിക്കുന്നു. ചെറിയ കുട്ടികളും മറ്റുമെല്ലാം പോയി പാദത്തിൽ വീഴുന്നു. ഇവിടെ ബാബ പറയുന്നു, നിങ്ങളെ പാദത്തിൽ വീഴുന്നതിൽ നിന്ന് പോലും മോചിപ്പിക്കുന്നു. എത്ര വലിയ പിതാവാണ്! പറയുന്നു, കുട്ടികളായ നിങ്ങൾ എൻ്റെ സഹായികളാണ്. നിങ്ങൾ സഹായികൾ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ സ്വർഗം സ്ഥാപിക്കും? ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, കുട്ടികളെ, ഇപ്പോൾ നിങ്ങൾ സഹായികളാകൂ. പിന്നെ ഞാൻ നിങ്ങളെ ഇങ്ങനെയാക്കി മാറ്റുന്നു. അതുവഴി ആരുടെയും സഹായം എടുക്കേണ്ട ആവശ്യം തന്നെ ഉണ്ടായിരിക്കില്ല. നിങ്ങൾക്ക് ആരുടെയും നിർദ്ദേശങ്ങളുടെയും ആവശ്യമുണ്ടായിരിക്കില്ല. ഇവിടെ ബാബ കുട്ടികളുടെ സഹായം എടുത്തുകൊണ്ടിരിക്കുന്നു. പറയുന്നു, കുട്ടികളെ, ഇപ്പോൾ മോശമാകാതിരിക്കൂ. മായയോട് തോറ്റുപോകരുത്. ഇല്ലെങ്കിൽ പിന്നെ ദുഷ്പേരുണ്ടാക്കുന്നു. ബോക്സിംഗ് നടക്കുമ്പോൾ അതിൽ ആരെങ്കിലും ജയിക്കുമ്പോൾ ആഹാ ആഹാ എന്ന് പറയുന്നു. തോൽക്കുന്നവരുടെ മുഖം മഞ്ഞളിക്കുന്നു, അതായത് വിളറിപ്പോകുന്നു. ഇവിടെയും തോറ്റുപോകുന്നു. ഇവിടെ തോറ്റുപോകുന്നവരെ പറയുന്നത് മുഖം കറുപ്പിച്ചു എന്നാണ്. വന്നത് വെളുപ്പാകുവാനാണ്. പിന്നെ എന്താണ് ചെയ്യുന്നത്? ചെയ്ത സമ്പാദ്യം മുഴുവൻ ഇല്ലാതാകുന്നു. പിന്നെ പുതിയതായി ആരംഭിക്കേണ്ടി വരും. ബാബയുടെ സഹായി ആയ ശേഷം തോറ്റുപോയി എങ്കിൽ ദുഷ്പേരുണ്ടാക്കുന്നു. 2 പാർട്ടിയുണ്ട്. ഒന്ന് മായയുടെ അടിമ, ഇനിയൊന്ന് ഈശ്വരൻ്റേത്. നിങ്ങൾ ബാബയെ സ്നേഹിക്കുന്നു. വിനാശകാലെ വിപരീത ബുദ്ധി എന്ന് പാടപ്പെട്ടിട്ടുമുണ്ട്. നിങ്ങളുടേത് പ്രീത ബുദ്ധിയാണ്. അപ്പോൾ നിങ്ങൾ ദുഷ്പേര് ഉണ്ടാക്കുവാൻ പാടില്ല. നിങ്ങൾ പ്രീത ബുദ്ധികൾ പിന്നെ മായയോട് എന്തുകൊണ്ട് തോൽക്കുന്നു? തോൽക്കുന്നവർക്ക് ദുഃഖമുണ്ടാകുന്നു. ജയിക്കുന്നവർ കൈയടിക്കുന്നു, ആഹാ ആഹാ എന്ന് പറയുന്നു. കുട്ടികളായ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, നമ്മൾ ഗുസ്തിക്കാരാണ്. ഇപ്പോൾ മായയെ തീർച്ചയായും ജയിക്കണം. ബാബ പറയുന്നു, ദേഹസഹിതം എന്തെല്ലാം കാണുന്നുവോ അവയെല്ലാം മറന്നേക്കൂ. എന്നെ മാത്രം ഓർമ്മിക്കൂ. മായ നിങ്ങളെ സതോ പ്രധാനത്തിൽ നിന്നും
തമോ പ്രധാനമാക്കിയിരിക്കുന്നു. ഇപ്പോൾ വീണ്ടും സതോ പ്രധാനമാകണം. മായയെ ജയിച്ച് ജഗജ്ജീത് ആകണം. ഇത് തോൽവിയുടെയും ജയത്തിൻ്റെയും സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും കളിയാണ്. രാവണ രാജ്യത്തിൽ തോൽക്കുന്നു. ഇപ്പോൾ ബാബ വീണ്ടും വർത്ത് പൗണ്ട് ആക്കി മാറ്റുന്നു, അതായത് മൂല്യമുള്ളവരാക്കി മാറ്റുന്നു. ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്, ഒരു ശിവ് ബാബയുടെ ജയന്തിയാണ് വർത്ത് പൗണ്ട്. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് ഇങ്ങനെ ലക്ഷ്മി നാരായണൻ ആകേണ്ടതുണ്ട്. അവിടെ ഓരോ വീട്ടിലും ദീപമാല ഉണ്ടായിരിക്കുന്നു. സർവരുടെയും ജ്യോതി ജ്വലിക്കുന്നു. മെയിൻ പവറിലൂടെയാണ് ജ്യോതി ജ്വലിക്കുന്നത്. ബാബ എത്ര സഹജമായ രീതിയിൽ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. ബാബയല്ലാതെ മധുരമായ ഓമന സിഖിലതെ കുട്ടികളെ എന്ന് ആര് പറയും? ആത്മീയ പിതാവ് തന്നെയാണ് പറയുന്നത്, ഹേ എൻ്റെ മധുരമായ ഓമന സന്താനങ്ങളെ, നിങ്ങൾ പകുതി കൽപ്പമായി ഭക്തി ചെയ്തു വന്നു. തിരികെ ഒരാൾക്ക് പോലും പോകുവാൻ സാധിക്കില്ല. ബാബ തന്നെയാണ് വന്ന് സർവരെയും കൊണ്ടുപോകുന്നത്. നിങ്ങൾക്ക് സംഗമയുഗത്തെക്കുറിച്ച് നല്ല രീതിയിൽ മനസ്സിലാക്കിച്ചു കൊടുക്കുവാൻ സാധിക്കും. ബാബ എങ്ങനെയാണ് വന്ന് സർവ ആത്മാക്കളെയും കൊണ്ടുപോകുന്നത്. ലോകത്തിൽ ഈ പരിധിയില്ലാത്ത നാടകത്തെക്കുറിച്ച് ആർക്കും അറിയില്ല. ഇത് പരിധിയില്ലാത്ത ഡ്രാമയാണ്. ഇതും നിങ്ങൾ മനസ്സിലാക്കുന്നു. മറ്റാർക്കും ഇങ്ങനെ പറയുവാൻ സാധിക്കില്ല. പരിധിയില്ലാത്ത ഡ്രാമയാണ് എന്ന് അഥവാ പറഞ്ഞാൽ തന്നെ ഡ്രാമയെ എങ്ങനെ വർണ്ണിക്കും? ഇവിടെ നിങ്ങൾ 84ന്റെ ചക്രത്തെ അറിയുന്നു. കുട്ടികളായ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്ക് തന്നെയാണ് ഓർമ്മിക്കേണ്ടത്. ബാബ എത്ര സഹജമായി പറഞ്ഞു തരുന്നു. ഭക്തി മാർഗത്തിൽ നിങ്ങൾ എത്ര തിക്കും തിരക്കും കൊള്ളുന്നു. നിങ്ങൾ എത്ര അകലെ സ്നാനം ചെയ്യുവാൻ പോകുന്നു. ഒരു തടാകമുണ്ട് എന്ന് പറയുന്നു. അതിൽ മുങ്ങുന്നതിലൂടെ പരികളായി മാറുന്നു. ഇപ്പോൾ നിങ്ങൾ ജ്ഞാനസാഗരത്തിൽ മുങ്ങി ദേവകുമാരന്മാരാകുന്നു. നല്ല ഫാഷനോട് കൂടിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയുന്നു, ഇവർ മാലാഖയെ പോലെ ആയിരിക്കുകയാണെന്ന്. ഇപ്പോൾ നിങ്ങളും രത്നമാകുന്നു. ബാക്കി മനുഷ്യന് പറക്കുവാനുള്ള ചിറകോ മറ്റോ ഉണ്ടായിരിക്കില്ല. അങ്ങനെ പറക്കുവാൻ സാധിക്കില്ല. പറക്കുന്നത് ആത്മാവാണ്. ആത്മാവിനെ റോക്കറ്റ് എന്നും പറയുന്നു. ആത്മാവ് എത്ര ചെറുതാണ്. എപ്പോഴാണോ എല്ലാ ആത്മാക്കളും പോകുന്നത്, അപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് സാക്ഷാത്കാരവും ഉണ്ടായേക്കാം. ബുദ്ധിയിലൂടെ മനസ്സിലാക്കുന്നു. ഇവിടെ നിങ്ങൾ വർണ്ണിക്കാൻ സാധിക്കുന്നു. വിനാശം കാണുന്നത് പോലെ ആത്മാക്കളുടെ കൂട്ടം എങ്ങനെയാണ് പോകുന്നത് എന്ന് കാണുവാൻ സാധിച്ചേക്കാം. ഹനുമാൻ, ഗണപതി തുടങ്ങിയവ ഒന്നുമില്ല. പക്ഷെ അവരുടെ ഭാവനയനുസരിച്ച് സാക്ഷാത്കാരമുണ്ടാകുന്നു. ബാബയാണെങ്കിൽ ബിന്ദുവാണ്. ആ ഒന്നിനെ എന്ത് വർണ്ണിക്കാനാണ്? പറയുന്നുമുണ്ട്, ചെറിയ ഒരു സ്റ്റാർ ആണ്. അതിനെ ഈ കണ്ണുകളിലൂടെ കാണുവാൻ സാധിക്കില്ല. ശരീരം എത്ര വലുതാണ്, അതിലൂടെ കർമ്മം ചെയ്യണം. ആത്മാവ് എത്ര ചെറുതാണ്, അതിൽ 84ന്റെ ചക്രം അടങ്ങിയിട്ടുണ്ട്. നമ്മൾ 84 ജന്മം എങ്ങനെ എടുക്കുന്നു എന്നത് ബുദ്ധിയിലുള്ള ഒരു മനുഷ്യൻ പോലും ഉണ്ടാകില്ല. ആത്മാവിൽ എങ്ങനെയാണ് പാർട്ട് അടങ്ങിയിരിക്കുന്നത്? അത്ഭുതമാണ്. ആത്മാവ് തന്നെയാണ് ശരീരം സ്വീകരിച്ച് പാർട്ട് അഭിനയിക്കുന്നത്. അതാണെങ്കിൽ പരിധിയുള്ള നാടകമാണ്. ഇത് പരിധിയില്ലാത്തതാണ്. പരിധിയില്ലാത്ത ബാബ സ്വയം വന്ന് തൻ്റെ പരിചയം നൽകുന്നു. ആരാണോ നല്ല സർവീസുകളായ കുട്ടികൾ, അവർ വിചാരസാഗര മഥനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ആർക്ക് എങ്ങനെ മനസ്സിലാക്കിച്ചു കൊടുക്കട്ടെ എന്ന്. നിങ്ങൾ ഓരോരുത്തരുടെയും കാര്യത്തിൽ എത്ര പ്രയത്നിക്കുന്നു. എന്നിട്ടും പറയുന്നു, ബാബ നമുക്ക് മനസ്സിലാകുന്നതേ ഇല്ല. ചിലർ പഠിക്കുന്നില്ലെങ്കിൽ ഇവർ കല്ല് ബുദ്ധിയാണ് എന്ന് പറയുന്നു. നിങ്ങൾ കാണുന്നുണ്ട്, ഇവിടെയും ചിലർ
7 ദിവസത്തിൽ തന്നെ വളരെയധികം സന്തോഷത്തിൽ വന്ന് പറയുന്നു, ബാബയുടെ അടുക്കൽ പോകട്ടെ എന്ന്. ചിലരാണെങ്കിൽ ഒന്നും മനസ്സിലാക്കുന്നില്ല. മനുഷ്യർ കേവലം പറയുന്നു കല്ല് ബുദ്ധി, പവിഴ ബുദ്ധി എന്ന്. പക്ഷേ അർത്ഥം അറിയുന്നില്ല. ആത്മാവ് പവിത്രമാകുമ്പോൾ പാരസ്നാഥ് ആയി മാറുന്നു. പാരസ്നാഥന്റെ ക്ഷേത്രവുമുണ്ട്. മുഴുവനും സ്വർണത്തിന്റെ ക്ഷേത്രമല്ല, മുകളിൽ അല്പം സ്വർണം പൂശുന്നു. കുട്ടികളായ നിങ്ങൾ അറിയുന്നുണ്ട്, നമുക്ക് പൂന്തോട്ടക്കാരനെ ലഭിച്ചിരിക്കുന്നു. മുള്ളിൽ നിന്നും പുഷ്പമാകാനുള്ള യുക്തി പറഞ്ഞു തരുന്നു. ഗാർഡൻ ഓഫ് അള്ളാഹ് എന്ന മഹിമയുമുണ്ടല്ലോ. നിങ്ങളുടെ അടുക്കൽ ആരംഭത്തിൽ ഒരു മുസൽമാൻ ധ്യാനത്തിൽ പോകുമായിരുന്നു. ഖുദാ എനിക്ക് പുഷ്പം നൽകി എന്ന് പറയുമായിരുന്നു. നിൽക്കവെ തന്നെ വീഴുമായിരുന്നു. ഈശ്വരന്റെ പൂന്തോട്ടം കാണുമായിരുന്നു. ഇപ്പോൾ ഈശ്വരന്റെ പൂന്തോട്ടം കാണിച്ചു തരുന്നവൻ സ്വയം ഈശ്വരൻ തന്നെയായിരിക്കും. മറ്റാർക്കെങ്കിലും എങ്ങനെ കാണിച്ചു തരുവാൻ കഴിയും? നിങ്ങൾക്ക് വൈകുണ്ഠത്തിന്റെ സാക്ഷാത്കാരം കാണിച്ചു തരുന്നു. ഈശ്വരൻ തന്നെയാണ് കൊണ്ടുപോകുന്നത്. സ്വയം അവിടെ വസിക്കുന്നില്ല. ഈശ്വരനാണെങ്കിൽ ശാന്തിധാമത്തിൽ വസിക്കുന്നു. നിങ്ങളെ വൈകുണ്ഠത്തിന്റെ അധികാരിയാക്കുന്നു. എത്ര നല്ല നല്ല കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്നു. സന്തോഷമുണ്ടാകുന്നു. ഉള്ളിൽ വളരെയധികം സന്തോഷമുണ്ടാകേണ്ടതാണ്. ഇപ്പോൾ നമ്മൾ സുഖധാമത്തിലേക്ക് പോകുന്നു. അവിടെ ദുഃഖത്തിന്റെ കാര്യം ഉണ്ടായിരിക്കുന്നില്ല. ബാബ പറയുന്നു, സുഖധാമത്തെയും ശാന്തിധാമത്തെയും ഓർമ്മിക്കൂ. വീടിനെ എന്തുകൊണ്ട് ഓർമ്മിക്കുകയില്ല? ആത്മാവ് വീട്ടിലേക്ക് പോകാൻ എത്ര തലയിട്ടടിക്കുന്നു. ജപം, തപം തുടങ്ങിയ വളരെയധികം പ്രയത്നം ചെയ്യുന്നു. പക്ഷെ ആർക്കും പോകുവാൻ സാധിക്കുന്നില്ല. വൃക്ഷത്തിൽ നിന്നും നമ്പർ അനുസരിച്ച് ആത്മാക്കൾ വന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇടയ്ക്ക് വെച്ച് എങ്ങനെ പോകുവാൻ സാധിക്കും? അതും ബാബ തന്നെ ഇവിടെ ഉള്ളപ്പോൾ. കുട്ടികളായ നിങ്ങൾക്ക് ദിവസവും മനസ്സിലാക്കിച്ചു തരുന്നു, ശാന്തിധാമത്തെയും സുഖധാമത്തെയും ഓർമ്മിക്കൂ. ബാബയെ മറക്കുന്നത് കാരണമാണ് പിന്നെ ദുഃഖിതരാകുന്നത്. മായയുടെ ശിക്ഷ ഏൽക്കുന്നു. ഇപ്പോഴാണെങ്കിൽ അല്പം പോലും ശിക്ഷ ഏൽക്കരുത്. മുഖ്യമായത് ദേഹാഭിമാനമാണ്. ഹേ പതീത പാവന വരൂ എന്ന് നിങ്ങൾ ഇതുവരെയും ഏതൊരു ബാബയെയാണോ ഓർമ്മിച്ചു കൊണ്ടിരുന്നത്, ആ ബാബയിലൂടെ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ഒബീഡിയൻറ്റ് സെർവൻറ്റ് ടീച്ചറുമാണ്. ഒബീഡിയൻറ്റ് സെർവൻറ്റ് അച്ഛനുമാണ്. വലിയ ആൾക്കാർ താഴെ എല്ലായ്പ്പോഴും എഴുതുന്നു ഒബീഡിയൻറ്റ് സെർവൻറ്റ്. ബാബ പറയുന്നു, നോക്കൂ, ഞാൻ കുട്ടികളായ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നത്. സൽപുത്രരായ കുട്ടികളോടാണ് അച്ഛന് സ്നേഹമുണ്ടായിരിക്കുന്നത്. ആരാണോ കുപുത്രൻ, അതായത് ബാബയുടേതായ ശേഷം പിന്നെ ട്രേറ്ററായി മാറുന്നത്, വികാരത്തിലേക്ക് പോകുന്നത്, അപ്പോൾ ബാബ പറയും, ഇങ്ങനെയുള്ള കുട്ടി ജനിക്കാതിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. ഒരാൾ കാരണം എത്ര പേര് ചീത്തയാവുന്നു, എത്ര പേർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു. ഇവിടെ നിങ്ങൾ എത്ര ഉയർന്ന കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. വിശ്വത്തെ ഉദ്ധരിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് 3 അടി ഭൂമി പോലും ലഭിക്കുന്നില്ല. കുട്ടികളായ നിങ്ങൾ ആരെയും കുടുംബം ഉപേക്ഷിപ്പിക്കുന്നില്ല. നിങ്ങളാണെങ്കിൽ രാജാക്കന്മാരോടും പറയുന്നു, നിങ്ങൾ പൂജ്യരും ഡബിൾ കിരീടധാരിയും ആയിരുന്നു, ഇപ്പോൾ പൂജാരിയായിരിക്കുന്നു. ഇപ്പോൾ ബാബ വീണ്ടും പൂജ്യരാക്കി മാറ്റുന്നു. അപ്പോൾ ആകേണ്ടതാണല്ലോ. അല്പം താമസമുണ്ട്. നമ്മൾ ഇവിടെ ആരുടെയെങ്കിലും ലക്ഷ്യങ്ങൾ സ്വീകരിച്ച് എന്തു ചെയ്യും? ദരിദ്രർക്കാണ് രാജപദം ലഭിക്കേണ്ടത്. ബാബ ദരിദ്രരുടെ നാഥനാണല്ലോ. നിങ്ങൾ അർത്ഥസഹിതം മനസ്സിലാക്കുന്നു. ബാബയെ നിർധനരുടെ നാഥൻ എന്ന് എന്തുകൊണ്ട് പറയുന്നു? ഭാരതവും എത്ര ദരിദ്രമാണ്. അതിലും നിങ്ങൾ ദരിദ്രരായ മാതാക്കളാണ്. ആരാണോ ധനികർ
അവർക്ക് ഈ ജ്ഞാനം എടുക്കുവാൻ സാധിക്കില്ല. ദരിദ്രരായ അബലകൾ എത്ര പേർ വരുന്നു, അവരിൽ അത്യാചാരം ഉണ്ടാകുന്നു. ബാബ പറയുന്നു, മാതാക്കളെ മുന്നോട്ട് ഉയർത്തണം. പ്രഭാത ഭേരിയിൽ ആദ്യം മാതാക്കൾ ഉണ്ടാകണം. നിങ്ങളുടെ ബാഡ്ജും ഫസ്റ്റ് ക്ലാസ് ആണ്. ഈ ട്രാൻസ്ലൈറ്റിന്റെ ചിത്രവും നിങ്ങളുടെ മുന്നിൽ ഉണ്ടാകണം. സർവരെയും കേൾപ്പിക്കൂ, ലോകം മാറിക്കൊണ്ടിരിക്കുന്നു. ബാബയിൽ നിന്നും സമ്പത്ത് ലഭിച്ചുകൊണ്ടിരിക്കുന്നു, കഴിഞ്ഞ കൽപ്പത്തിലേതുപോലെ. കുട്ടികൾ വിചാരസാഗര മഥനം ചെയ്യണം, എങ്ങനെ സർവീസിനെ പ്രാക്ടിക്കലിൽ കൊണ്ടുവരാം എന്ന്. സമയം എടുക്കുമല്ലോ. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ബാബയോട് പരിപൂർണ പ്രീതി വെച്ച് സഹായിയാകണം. മായയോട് തോറ്റ് ഒരിക്കലും പേര് ചീത്തയാക്കരുത്. പുരുഷാർത്ഥം ചെയ്ത് ദേഹസഹിതം എന്തെല്ലാം കാണപ്പെടുന്നോ അത് മറന്നേക്കണം. ഉള്ളിൽ സന്തോഷമുണ്ടായിരിക്കട്ടെ. നമ്മൾ ഇപ്പോൾ ശാന്തിധാമത്തിലേക്കും സുഖധാമത്തിലേക്കും പോകുന്നു. ബാബ ഒബീഡിയന്റ് ടീച്ചറായി നമ്മെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ യോഗ്യരാക്കി മാറ്റുന്നു. യോഗ്യരും സൽപുത്രനും ആകണം, കുപുത്രനല്ല. വരദാനം: ഓരോ സങ്കല്പം, സമയം, വൃത്തി, കർമ്മം എന്നിവയിലൂടെ സേവനം ചെയ്യുന്ന നിരന്തര സേവാധാരിയായി ഭവിക്കട്ടെ. ഏതുപോലെ ബാബ അതേ പ്രിയമായി തോന്നുന്നു. ബാബയില്ലാതെ ജീവിതം ഇല്ല. അതേപോലെ തന്നെ സേവനം ഇല്ലാതെ ജീവിതം ഇല്ല. നിരന്തര യോഗിയോടൊപ്പം നിരന്തര സേവാധാരിയാകൂ. ഉറങ്ങുമ്പോഴും സേവനം നടക്കണം. ഉറങ്ങുന്ന സമയത്ത് അഥവാ ആരെങ്കിലും താങ്കളെ കാണുകയാണെങ്കിൽ താങ്കളുടെ മുഖത്തിൽ നിന്നും ശാന്തിയുടെയും ആനന്ദത്തിൻ്റെയും വൈബ്രേഷൻ അനുഭവിക്കണം. ഓരോ കർമ്മേന്ദ്രിയത്തിലൂടെ ബാബയുടെ ഓർമ്മയുടെ സ്മൃതി നേടിക്കൊടുക്കുന്നതിൻ്റെ സേവനം ചെയ്തുകൊണ്ടിരിക്കൂ. തൻ്റെ പവർഫുൾ വൃത്തിയിലൂടെ വൈബ്രേഷൻ വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കൂ. കർമ്മത്തിലൂടെ കർമ്മയോഗി ഭവയുടെ വരദാനം നൽകിക്കൊണ്ടിരിക്കൂ. ഓരോ ചുവടിലും കോടികളുടെ സമ്പാദ്യം ശേഖരിച്ചു കൊണ്ടിരിക്കൂ. അപ്പോൾ നിരന്തര സേവാധാരി, അതായത് സർവീസബിൾ എന്ന് പറയും. സ്ലോഗൻ: തൻ്റെ ആത്മീയ പേഴ്സണാലിറ്റിയെ സ്മൃതിയിൽ വയ്ക്കൂ, അപ്പോൾ മായാജീതായി മാറും. അവ്യക്ത സൂചന: സ്വയവും സർവരെ പ്രതിയും മനസ്സിലൂടെ യോഗത്തിൻ്റെ ശക്തികളുടെ പ്രയോഗം ചെയ്യൂ. ഏതുപോലെ വാണിയുടെ പ്രാക്ടീസ് ചെയ്ത് വാണിയുടെ കാര്യത്തിൽ ശക്തിശാലി ആയി കഴിഞ്ഞു, ഇതേപോലെ ശാന്തിയുടെ ശക്തിയുടെയും അഭ്യാസി ആയിക്കൊണ്ടേയിരിക്കൂ. മുന്നോട്ടു പോകവേ വാണിയിലൂടെയും സ്ഥൂല സാധനങ്ങളിലൂടെയും സേവനത്തിന് സമയം ലഭിക്കുകയില്ല. ഇങ്ങനെയുള്ള സമയത്ത് ശാന്തിയുടെ ശക്തിയുടെ ഉപാധി ആവശ്യം വരും. കാരണം എത്രത്തോളം ഏതൊന്ന് മഹാശക്തിശാലിയായിരിക്കുമോ അത് അതിസൂക്ഷ്മം ആയിരിക്കും. അപ്പോൾ വാണിയേക്കാൾ ശുദ്ധ സങ്കല്പം സൂക്ഷ്മമാണ്. അതിനാൽ സൂക്ഷ്മത്തിൻ്റെ പ്രഭാവം ശക്തിശാലി ആയിരിക്കും. ഓം ശാന്തി. ഞാൻ എൻ്റെ ആത്മസ്വരൂപത്തെ സ്മൃതിയിൽ കൊണ്ടുവരുന്നു. മസ്തകമധ്യത്തിൽ പ്രകാശിക്കുന്ന ആത്മനക്ഷത്രത്തിൽ എൻ്റെ മനസ്സിനെ സ്ഥിരമാക്കുന്നു. ഈ അന്തർമുഖതയാകുന്ന ഗുഹയിൽ
ഞാൻ എൻ്റെ തപസ്വി സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ സ്വച്ഛവും ശക്തിശാലിയുമായ എൻ്റെ ആത്മസ്വരൂപത്തിൻ്റെ അനുഭവത്തിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. ഈ സ്ഥിതിയിലിരുന്നു കൊണ്ട് ഹോളിയസ്റ്റും സ്വീറ്റസ്റ്റുമായ ബാബയുമായി മധുരമായ കൂടിക്കാഴ്ച ഞാൻ നടത്തുകയാണ്. ബാബയുടെ കൂട്ടുകെട്ടിൻ്റെ ആത്മീയ അലൗകിക നിറം എന്നിൽ പതിയുമ്പോൾ ഞാനും ഹോളി ഹംസമായി മാറുന്നു. എന്നിൽ അവിനാശി സന്തോഷം നിറയുന്നു. ഞാൻ എൻ്റെ ഹോളിയസ്റ്റ് സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നു. സങ്കല്പത്തിലോ സ്വപ്നത്തിലോ പോലും ഉള്ള അപവിത്രത പൂർണ്ണമായും നീക്കം ചെയ്യുന്ന ഈ പരമ പവിത്ര സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ പരമോന്നതമായ ആത്മീയ സുഖത്തിൻ്റെയും ശാന്തിയുടെയും അനുഭവം എനിക്കുണ്ടാകുന്നു. ഈ അനുഭവത്തിൻ്റെ കിരണങ്ങൾ എന്നിൽ നിന്നും മുഴുവൻ വിശ്വത്തിലേക്കും വ്യാപിക്കുന്നു.